നിത്യസ്ജി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും പല മൂഡ്സ് ആയിരിക്കും അല്ലെ. മൂഡ് ഷിഫ്റ്റും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് ഇല്ലാത്ത ആൾക്കാർ ഇന്നത്തെ കാലത്ത് വളരെ കുറവായിരിക്കും. അത് ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, നമ്മളെ മൂഡ് മറ്റൊരാളെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് നമ്മുടെ മൂഡിനെ മറ്റൊരാളുടെ എനർജിയിൽ നിന്ന്, അതായത് ബാഡ് എനർജിയോ അഥവാ നെഗറ്റീവ് എനർജിയിൽ നിന്നോ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും, വളരെ ക്രിയേറ്റീവ് മൈൻഡോട് കൂടി, വളരെ പ്രൊഡക്റ്റീവ് മൈൻഡോട് കൂടിയായിരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ വളരെ കൃത്യതയോട് കൂടി, വളരെ പഞ്ച്വലായിട്ട്, നമ്മൾ വളരെ ജോയ്ഫുൾ മൂഡില് വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഒരു ഈവനിങ് വരെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾ ഓഫീസിൽ പോകുന്ന സ്ഥലത്തായാലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളരെ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സിറ്റുവേഷൻസ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങളപ്പോൾ വൈകിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണുകയാണ്. ഒരു ഈവനിങ് മൂഡിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഉള്ളത് ഒരു ഡിപ്രസീവ് അല്ലെങ്കിൽ ഒരു സാഡ് ഫേസിലാണെന്ന് വിചാരിക്കുക. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അയാൾ എന്തോ ഒരു പ്രോബ്ലംസ് ഉള്ള ഒരു ഫേസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ അയാളെ കാണുന്നത് ആ ഒരു സാഡ് ഫേസോട് കൂടിയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ആളോട് സംസാരിക്കുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെയുള്ള നിങ്ങളുടെ ആ ഒരു ജോയസ് മൂമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ്, ജോയസ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ്സ് മൊത്തം നിങ്ങൾ മറക്കുകയാണ്. മൊത്തം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ സാഡ് ഫേസിനോട് നിങ്ങൾ ഭയങ്കരമായിട്ട് സിമിലർ ആയിട്ട് പോവാണ്. നിങ്ങളുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് വളരെയധികം മാറിപ്പോവാണ്. ജോയസ് മൊമെന്റിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വളരെ പെട്ടെന്നൊരു ഷിഫ്റ്റ് നടക്കാണ്. എങ്ങനെ? നിങ്ങൾ ഭയങ്കര സാഡ് ആവുകയാണ്. കാരണം നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫ്രണ്ടിന്റെ കഥ കേട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു ഫേസ് കേട്ടിട്ട് നിങ്ങൾ വളരെയധികം സാഡ് ആയിട്ട് മാറുകയാണ്. ഈ ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ ബുക്കിൽ പറയുന്നുണ്ട്. ഈ ബുക്ക് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ മാറ്റേഴ്സ് എന്ന് പറയുന്ന ഡേറിയസ് ഫോറക്സിന്റെ ഒരു സ്റ്റോയിക് ലെറ്റേഴ്സ് ആണ്. ഒരു കളക്ഷൻ ഓഫ് സ്റ്റോയിക് ലെറ്റേഴ്സ് ആണ് ഇതിൽ പറയപ്പെടുന്നത്. ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് മൂഡ്സ് കൊളൈഡ് ചെയ്യുമ്പോൾ അതിൽ യൂഷ്വലി ഒരെണ്ണം വിൻ ചെയ്യും. അതില് ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള മോഡ് ഏതാണോ അത് വിൻ ചെയ്യുന്നതാണ് പറയുന്നത്. മിക്കപ്പോഴും അങ്ങനെ വിൻ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിക്ക് പോസിറ്റീവ് എനർജിനെക്കാട്ടും പവർ കുറച്ച് കൂടുതലാണ്. കുറച്ചും കൂടി നമ്മൾ എടുത്തു പറയുന്നത്, നമ്മൾ പോസിറ്റിവിറ്റിനെ എപ്പോഴും വളരെ നോർമലൈസ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ മിനിമലൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ആൾക്കാരാണ്. നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു പറയാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് ലൈഫിലുള്ള സന്തോഷങ്ങളല്ല നമ്മൾ എപ്പോഴും ഒരാളോട് ഷെയർ ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള സന്തോഷങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഒരാളെ തേടാറും നമ്മൾ കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്ന് നമുക്ക് തോന്നാറുള്ളത് എപ്പോഴും നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. അപ്പൊ ഈ രണ്ട് മൂഡും കൊളൈഡ് ചെയ്യുമ്പോൾ യൂഷ്വലി വിൻ ചെയ്യുന്നത് മിക്കപ്പോഴും നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും. ചില ആൾക്കാരെ ഈ നെഗറ്റിവിറ്റിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യും. അതായത് ദേ ഓൺലി വാണ്ട് ടു സറൗണ്ടഡ് ബൈ ദി പോസിറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അവരുടെ ചുറ്റിലും മതി, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയലിസ്റ്റിക് ഡിസയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ വളരെ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ എന്തോരം പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നെഗറ്റീവ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസയർ അല്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അതൊരു റഫ് ആൻഡ് ടഫ് നേച്ചറാന്ന് പറയാൻ പറ്റുമോ? അല്ല, എനിക്കൊരാളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കണ്ട അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റിവിറ്റി വേണ്ട. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് നിങ്ങളുടെ വിഷമം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കണ്ട, എനിക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ റഫായിട്ടിരിക്കാറുണ്ടോ? അങ്ങനെ റഫായിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ബട്ട് ഈ കാര്യം നമുക്ക് വേറെ രീതിയിലും കൂടി ചിന്തിച്ചൂടെ? അതായത് ഈ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളെന്ന് നമ്മൾ പറയുന്ന ആള് അയാളുടെ സാനിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളുടെ മൈൻഡിന്റെ പീസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആളാണ്, ആളുടെ ലൈഫിലെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ആളാണ്. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ മറ്റൊരാളോട് നമ്മളെ എംപതി അതുപോലെ തന്നെ സിമ്പതി കാണിക്കുക എന്ന് പറയുന്നതും വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ നമുക്ക് ഇതിനെ മറികടക്കാം? എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നെഗറ്റീവ് എനർജി വിൻ ചെയ്യാതെ പോസിറ്റീവ് എനർജി വിൻ ചെയ്യാം?
ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് നിങ്ങളോട് വളരെ വിഷമം പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തില് നിങ്ങളായിരിക്കുന്ന മൂഡ് മാറാതെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നം കേൾക്കുമ്പോൾ അത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു പ്രോബ്ലം നമ്മളോട് ഒരാൾ വന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ വളരെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള ത്വര ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആള് ജസ്റ്റ് കേൾക്കാൻ ഒരാൾ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാ. പക്ഷെ നമ്മളെപ്പോഴും വളരെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂഡിലായിരിക്കും. അപ്പോ നിങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാം. എങ്ങനെ? നിങ്ങളായിരിക്കുന്ന മൂഡ് മാറാതെ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ആ ആളോട് സിമ്പതി കാണിക്കാം, അതുപോലെ തന്നെ എംപതി കാണിക്കാം, എല്ലാം കാണിക്കാം. പക്ഷെ ആ ഒരു പ്രശ്നത്തിന്റെ കറക്റ്റ് ജഡ്ജ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ട്, വളരെ പ്രാക്ടിക്കൽ ആയിട്ട്, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അങ്ങനെ കേൾക്കാനുള്ള തയ്യാറെടുപ്പും കൂടി നടത്തിയിരിക്കണം. കാരണം അയാൾ അത് കേൾക്കാനുള്ള ഒരു മൂഡിലും കൂടി ആയിരിക്കണം. അല്ല എന്നെ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ജഡ്ജ് ചെയ്ത് പറയരുത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട്, റിയലിസ്റ്റിക് ആയിട്ട്, വളരെ പ്രാക്ടിക്കൽ ആയിട്ട് അതിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റിവിറ്റിയോ നിങ്ങളുടെ എനർജിയോ ഒന്നും അതിനെ സാക്രിഫൈസ് ചെയ്യരുത്. അതായത് ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരാളുടെ പേഴ്സന്റെ ചിന്തകളും അതുപോലെ തന്നെ ഫീലിങ്സും എല്ലാ കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പൊ ഒരിക്കലും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളെ കമ്പയർ ചെയ്തോ നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടോ നിങ്ങൾ ഒരിക്കലും സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കരുത്. അതുപോലെ തന്നെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ ഒരാളുടെ അവസ്ഥ എന്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾ കാട് കയറി നിങ്ങളുടെ ആ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് ഇല്ലാതാക്കുകയും ചെയ്യരുത്. നമ്മൾ എപ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, നമ്മളുടെ ചുറ്റുമിരിക്കുന്ന ആൾക്കാരെ മാറ്റാൻ നമ്മൾ നോക്കാതെ നമ്മൾ തന്നെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റിലുള്ള ഒരുപാട് ആൾക്കാര് നമ്മൾ മാറുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. നിങ്ങൾക്കും അങ്ങനെ തോന്നും. അതായത് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടാതെ നമ്മളിൽ ഒരു ചെറിയൊരു ടൈനി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം പോലും നിങ്ങളൊരു മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നത് പോലെ തോന്നും. അതായത് നിങ്ങളുടെ വ്യൂ ഓഫ് തോട്ട്, അതായത് നിങ്ങൾ ആ ചിന്തിക്കുന്ന രീതി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളോട് പെരുമാറുന്നത് വളരെ നല്ല രീതിയിലാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവാം ചില സാഹചര്യങ്ങളിൽ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരാൾ നല്ലത് പറയുമ്പോൾ നിങ്ങൾ അതിനെ വളരെ മോശമായിട്ടാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഒരു നെഗറ്റീവായിട്ടും അല്ലെങ്കിൽ അയാൾ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരാളായിട്ട് തോന്നാം. നമ്മൾ അതിനൊരു നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ കമാൻഡ് പറയുന്ന ആളായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം. അപ്പോ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നമ്മളുടെ വ്യൂ ഓഫ് തോട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിലൂടെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ മൂഡും നമ്മുടെ ഉള്ളിലെ എനർജിയും മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എനർജിയും മൂഡും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അതിന് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കണം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ സന്തോഷത്തിന് പ്രയോറിറ്റി കൊടുക്കാം. നമ്മളുടെ ഹാപ്പിനെസ് ആദ്യം നമുക്ക് പ്രയോറിറ്റി ആയിട്ട് വെക്കാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൽഫിഷ്നെസ് അല്ല, അല്ലെങ്കിൽ നമ്മളത് വളരെ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ സമാധാനത്തിനും നമ്മളുടെ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനും നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളല്ലാതെ വേറൊരാളെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാനില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. പക്ഷെ ഫസ്റ്റ് എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ചിന്തയാണെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡിനെ പല സാഹചര്യങ്ങളിലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് ബി ദി ബെസ്റ്റ് പേഴ്സൺ യു ക്യാൻ ബി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു പേഴ്സൺ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ വളരെ സിമ്പതിയോടും എമ്പതിയോടും കൂടി തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിലൂടെ തന്നെ നിങ്ങൾക്ക് അവരുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻസ് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, കേട്ടിരിക്കാൻ ഒരാളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജ്മെന്റും കൂടാതെ നിങ്ങൾക്ക് കേട്ടിരിക്കാനും കഴിയും. അവിടെ ഈ മൂഡ് ഷിഫ്റ്റ് നടക്കുന്നില്ല. ഈ മൂഡ് ഷിഫ്റ്റ് എടുക്കാനുള്ള ഒരു മൂഡിലായിരിക്കരുത് നിങ്ങൾ ആ പ്രശ്നം കേൾക്കേണ്ടതും നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ രാവിലെ തുടങ്ങിയ ആ ഒരു ജോയസ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് തന്നെ നിങ്ങൾക്ക് രാത്രി വരെ കൺസിസ്റ്റ് ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും.
അപ്പോൾ എല്ലാവരും ഫോക്കസ് ഓൺ യുവർ സെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ മൂഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുക, കൂടുതൽ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും നമുക്ക് സാഡ് ആവാതിരിക്കാം. മറ്റുള്ളവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞു കൊടുക്കാനും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും നമുക്ക് പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.